Hello dear students, welcome back to Franklin's lectures. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടോ? എന്താണ് സംഗതി? റെസിസ്റ്റൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻ കേസ് ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ചാറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കാലമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യാണ്. സോ ഐ നോ ബോത്ത് സൈഡ്സ്, ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി, അതേപോലെ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കോളേജ്, വാട്ട്സ് റോങ് വിത്ത് ദ സിലബസ് ആൻഡ് വാട്ട്സ് റോങ് വിത്ത് ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി പാസിങ് ഔട്ട്. ഇതൊക്കെ ശരിക്കും ഏകദേശം നമ്മളെ കണ്ണിന് മുമ്പിൽ നിന്ന് കാണുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പം ചിലർ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പോയ ആളായിരിക്കും പോയി ഇലക്ട്രിക്കലിൽ പോയി ചാടുന്നത്, ശരിയല്ലേ? അപ്പോൾ അവന് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ നോക്കി പോയിട്ട് എനിക്ക് കിട്ടിയത് കഷ്ടകാലത്തിന് ഇലക്ട്രിക്കൽ, ഇത് പഠിക്കാൻ പറ്റുമോ, പാസ്സാവുമോ എന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൊല്ലം ഒരു കമ്പനിയിൽ കയറുമ്പോൾ, ഫസ്റ്റ് കമ്പനിയിൽ ജോലി കിട്ടുന്ന നേരത്ത് നിങ്ങളടുത്ത് ചോദിക്കും, എന്ത് മോനെ ഏതാ ബ്രാഞ്ച്, എത്ര മാർക്ക് കിട്ടി? ഈ ചോദ്യം ഫസ്റ്റ് കമ്പനിയിൽ മാത്രമേ ഉണ്ടാവൂ. രണ്ടാമത്തെ കമ്പനിയിൽ നീ ഏത് ബ്രാഞ്ചാണ് പഠിച്ചേ, നിനക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഒന്നും ചോദിക്കൂല. ഓക്കെ, ഫസ്റ്റ് കിട്ടുന്ന കമ്പനിയൊക്കെ വളരെ സ്മോൾ സ്കെയിൽ ജോബായിരിക്കും. അതിൽ നിന്ന് നമ്മളിങ്ങനെ ചാടി ഉയർന്നു വരികയാണ് വേണ്ടത്. രണ്ടാമത് ചോദിക്കാൻ, നീ കഴിഞ്ഞ കമ്പനിയിൽ എന്താ ചെയ്തത്, നിനക്ക് കിട്ടിയ പ്രോജക്റ്റ് എത്ര സ്പീഡിൽ തീർത്തു, എത്ര അവാർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചു, എത്ര സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം, എത്ര ബ്രില്യൻ്റ് ആണ് നിങ്ങൾ. അല്ലാതെ നിങ്ങളുടെ എന്താ പറയുക, ഈ പറഞ്ഞ ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ആരും ചോദിക്കാൻ പോകില്ല. എസ്പെഷ്യലി ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കലിൽ വരുന്ന സബ്സിഡറി ബ്രാഞ്ചസ്, ഇതൊക്കെ ഒന്നാണ്. ഇതെല്ലാം ഒരു പോയിന്റിലേക്കാണ് പോണത്. മനസ്സിലായോ? APJ അബ്ദുൽ കലാം സാറിൻ്റെ ബ്രാഞ്ച് ഏതാണെന്ന് ആരെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടോ? അതിനൊരു പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എല്ലാം അവസാനം ഈ കമ്പ്യൂട്ടർ സയൻസും സിവിലും ഒഴികെയുള്ള ബാക്കി എല്ലാം ഒരു പോയിന്റിലേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഡൗട്ടുകളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, അങ്ങനത്തെ സംശയങ്ങൾ വേണ്ട. ഇവിടെ കമ്പ്യൂട്ടറും ഉണ്ട്, അവർക്കൂടി എന്തെങ്കിലും പറയാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കമ്പ്യൂട്ടർ സയൻസിലുള്ള സ്റ്റുഡൻസും ഉണ്ട്, അവർക്കൂടി എന്തെങ്കിലും പറയാനോ? അങ്ങനെയാണോ നജാദ് ഉദ്ദേശിച്ചത്? ആണെങ്കിൽ യെസ് എന്ന് പറയാം. എന്നാ കേട്ടോ, കമ്പ്യൂട്ടർ സയൻസിലെ മക്കളെ കേട്ടോ, കഴിഞ്ഞ കൊല്ലം CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കഴിഞ്ഞ കൊല്ലമാണോ അതിൻ്റെ മുമ്പത്തെ കൊല്ലമാണെന്ന് അറിയില്ല, 16 ലക്ഷം രൂപയ്ക്കാണ് ഒരു പ്ലേസ്മെൻറ്റ് മൈക്രോസോഫ്റ്റ് നടത്തിയിട്ട് പോയത്. ഇത് കേട്ടാൽ പോരെ നിങ്ങൾക്ക്? അതിനപ്പുറത്തൊന്നും കമ്പ്യൂട്ടർ സയൻസുകാരെ പറ്റി പറയാനില്ലല്ലോ. മെഷീൻ ലേണിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിങ്, പിന്നെന്താ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം AI എന്ന് പറഞ്ഞ് എഴുതാത്ത ഏത് ഫോണിൻ്റെ പാക്കറ്റാണുള്ളത്? ഇപ്പം നിങ്ങൾക്കൊന്നും ഒരിക്കലും നിങ്ങളുടെ സ്കോപ്പ് തീരൂല. അത് ഇങ്ങനെ എന്താ പറയുക, കൂടി വരികയുള്ളൂ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആൾക്കാർ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ പഠിച്ച് പോയിക്കോ. നിങ്ങളുടെയൊക്കെ ഭാവി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ജോലി കിട്ടി 2 ദിവസം കൊണ്ട് ഒരു BMW M6 വീട്ടിൽ വാങ്ങിച്ചിടാം കേട്ടോ. അതാണ് കേട്ടോ. അപ്പം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം വരുന്നത് പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, നമ്മൾ ചിന്തിക്കുന്ന രീതി, നടക്കുന്ന രീതി ഒക്കെ നമുക്ക് മാറ്റാനുണ്ട്. എല്ലാം ഒരു പ്രൊഫഷണൽ വഴിയിലേക്ക് നമുക്ക് പോകാനുണ്ട്. നോക്കുക, ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്തിട്ട്, ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചാണ്, ഡോക്ടർ സർജറി ചെയ്തിട്ട് ആ സർജറി ചെയ്ത ബ്ലേഡ് ഈ രോഗീൻ്റെ സർജറി ചെയ്ത പോർഷനിൽ ഒടിഞ്ഞു പോയിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ അവിടെ വെച്ച് മറന്നു എന്നൊക്കെ പറഞ്ഞ് ആ രോഗി രണ്ടാമത് മരണപ്പെടുകയുണ്ടായി. ഈ ഒരു ന്യൂസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. സർജറി ചെയ്തപ്പം കത്തീൻ്റെ ചെറിയൊരു പോർഷൻ കേട്ടിട്ടുണ്ട്. എടാ, അങ്ങനെയുള്ള ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ രണ്ടാമത് പോകുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അയാളൊരു സർക്കാർ സർവീസിലും കൂടി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ രണ്ടാമത് പോവുമോ? പോവില്ല. എന്നാൽ പോകുന്നോ? യെസ്, ഓക്കെ.
എന്നാൽ മക്കളെ അതേപോലെ തന്നെയാണ് എഞ്ചിനീയർ. നിങ്ങൾ ഉണ്ടാക്കുന്ന പാലം നിങ്ങൾ പഠിച്ച് വൃത്തിക്ക് പഠിക്കാത്തതുകൊണ്ട്, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കെട്ടി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും തലയിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡോക്ടറെ പോലെ തന്നെയായി. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, മനസ്സിലായോ? ഇത് ഒരു തമാശകളിയല്ല. നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ, ഒരു ആർമി മാൻ, ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. വൃത്തിക്ക് പഠിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ സർവ് ചെയ്യുക സൊസൈറ്റീനെ. ഓക്കെ, അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആദ്യത്തെ ക്ലാസ്സിൽ. ഏത് അപ്പാർട്ട് ഫ്രം ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദിസ് ഈസ് എ സീരിയസ് ബിസിനസ്. ഓക്കെ, ഇതിനകത്ത് ഉഴപ്പാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു പകുതി അറിവുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക സൊസൈറ്റിയിൽ. ഒന്നും അയാൾക്ക് ഒന്നും അറിയരുത്, അല്ലെങ്കിൽ അയാൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ സംശയം ഉണ്ടോ? സാറേ ഞങ്ങൾ എക്സാം പാസ്സാവുമോ, ഞങ്ങൾ പഠിച്ച് പാസ്സാവുമോ എന്ന് ഉറപ്പ്. ഞാൻ കണക്കിൽ വീക്കായിരുന്നു, ഞാൻ കണക്ക് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പാസ്സായതാണ് സാർ, ഞാൻ പാസ്സാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടോ? മാർക്ക് ആൻഡ് ഗ്രേഡ് സിസ്റ്റത്തിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്യുമോ? ഓക്കെ, ആദ്യം ഇതാണ് നമ്മളെ തലയിൽ കയറേണ്ടത്. ആദ്യം സംഭവം എന്തിനാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവണം, എന്നിട്ടാണ് അവിടുത്തെ പണി, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് പറയും നജീബേ. എന്തായാലും ഞാൻ ക്ലാസ്സിൽ മാർക്ക് ആൻഡ് ഗ്രേഡ് സിസ്റ്റത്തിനെ പറ്റി പറയും കേട്ടോ. യെസ്, എന്താ ഞാൻ ചോദിച്ചത്? ഉണ്ട് അല്ലേ, പേടിയുണ്ട്. മുഹമ്മദ് അസ്ല പറഞ്ഞിട്ടുണ്ട് അവന് പേടിയുണ്ടെന്ന്. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഓരോ ആവശ്യമാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നും. എന്നാലും ഞാൻ പറയാം കേട്ടോ. നമ്മളെ നാട്ടിലൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി എന്ന് വിചാരിച്ചോ. ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ട് നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെയും നമ്മളെ അയൽക്കാരെയൊക്കെ ടെററിസ്റ്റുകൾ പിടിച്ചുകൊണ്ടുപോയി. ശരിക്കും പിടിച്ചുകൊണ്ടുപോയി വിചാരിച്ചോ. പിടിച്ചുകൊണ്ടുപോയി റൂമിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ തലയ്ക്ക് നേരെ ഗൺ പോയിന്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സിറ്റുവേഷൻ റിയൽ ആണെങ്കിൽ എന്തായിരിക്കും നമ്മളെ ടെൻഷൻ, എങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ? നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ, അതിലെല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരെ ജീവനാണ് ശരിക്കും ഈ തോക്കിൻ്റെ മുമ്പിൽ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സിനിമാ കഥയല്ല പറയുന്നത്, അങ്ങനെ കേൾക്കുകയും ചെയ്യരുത് കേട്ടോ. ശരിക്കും റിയലാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഈ ടെററിസ്റ്റ് ഒരു കണ്ടീഷൻ പറയുകയാണ്, ഈ വരുന്ന പരീക്ഷയിൽ, ഇലക്ട്രിക്കലിൻ്റെ പരീക്ഷയിൽ നീ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവരെ വെറുതെ വിടും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മോനെ ഷൂട്ട് ചെയ്യും എന്ന് പറയാണ്. സംഗതി ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പാസ്സാവുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാസ്സാവുമോ? കമൻറ്റ് ചെയ്യ്, പാസ്സാവുമോ ഇല്ലയോ എന്ന്. പാസ്സാവും. എത്ര മണ്ടനാണെങ്കിലും അവൻ അക്ഷരം എഴുതാൻ അറിഞ്ഞില്ലെങ്കിലും അവൻ എവിടെന്നെങ്കിലൊക്കെ പഠിച്ചത് മനസ്സിലാക്കി പാസ്സാവും. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്ത്? ഞാൻ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പാസ്സാവും. ആ എത്രമാത്രം ആ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടോ ആ കുട്ടി പാസ്സാവും. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ പഠിപ്പിസ്റ്റ് എന്ന് പറയുന്നൊരു ചീത്തപ്പേരിട്ട് വിളിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? നന്നായിട്ട് കുറച്ച് ക്ലാസ്സിൽ കുറച്ച് പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ കുറച്ചൊന്നും കളിയാക്കൂലേ? ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. നിങ്ങളെ തലയെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്, ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത്, ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതായിരിക്കും എൻ്റെ പണി കേട്ടോ. സബ്ജക്റ്റിന് ഇടയ്ക്ക് നമുക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മാറ്റം വരണം. ഒരു കൊല്ലം നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ട്യൂൺ ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റെസിസ്റ്റൻസിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിക് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസിൻ്റെ കുറേ ആക്ച്വൽ റെസിസ്റ്ററിൻ്റെ ഒരു ഫോട്ടോ ഞാനകത്ത് കാണിച്ചിട്ടുണ്ട്. മുകളിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റർ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് വരയ്ക്കാം? നമുക്ക് ഇഷ്ടമുള്ള പോലെ റെസിസ്റ്റർ കൊണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വരയ്ക്കാൻ പറ്റില്ല. ഈ പൂച്ചേൻ്റെ വാലിന് ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിങ്ങളെ ചേട്ടന്മാർ, നിങ്ങളെ സീനിയേഴ്സ് തന്നെ വരക്കുന്ന ഇങ്ങനെ വരച്ചു നോക്കും. ഇങ്ങനെ ദയവ് എന്ത് വരയ്ക്കരുത്? റെസിസ്റ്റൻസ് വരയ്ക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് കലാബോധമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് സയൻസിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്പം വരയ്ക്കാനും അല്പം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ശീലിക്കണം കേട്ടോ. അപ്പോൾ അത് ഡിസ്കവർ ചെയ്ത ആളുടെ പേരാണ് ഓം. 1827. 1827 കണ്ടുപിടിച്ച ഒരു കാര്യം ഇന്നും 2024 നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും അല്ലേ? അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും.
യെസ്, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? എന്താണ് റെസിസ്റ്റൻസ്? എത്ര പേർക്ക് അറിയാം എന്താണ് റെസിസ്റ്റൻസ്? നിവേദിത പറയൂ, എന്താണ് റെസിസ്റ്റൻസ്? നിവേദിത അവിടെ ഉണ്ടാവും. പോയോ? കാണുന്നില്ലല്ലോ, രക്ഷപ്പെട്ടോ? ചോദ്യം ചോദിച്ചതോടുകൂടി കണ്ടം വഴി ഓടിയെന്ന് തോന്നുന്നു. ഉണ്ട്. നിവേദിത പറയൂ, എന്താണ് റെസിസ്റ്റൻസ്? പറഞ്ഞ ചുമ്മാ അതിനകത്ത് ഇരിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. വെറുതെ ക്ലാസ്സും കണ്ടിട്ട് ലാപ്ടോപ്പ് ഒരു സൈഡിൽ വെച്ച് നമ്മൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വേറെ പണിയൊക്കെ എടുത്തിട്ട് ആ പരിപാടി നടക്കൂല. എവിടെ നിവേദിത ഉണ്ടോ? പോയാ? നേച്ചർ ഓഫ് എ മെറ്റീരിയൽ ടു ഒപ്പോസ് കറണ്ട് പറഞ്ഞ നിവേദിതയല്ല കേട്ടോ. ശരി, ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനുള്ള കഴിവാണ് റെസിസ്റ്റൻസ്. തെറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മണ്ടത്തരം പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ. കാരണം നമ്മൾ ബുക്കിലൊക്കെ അങ്ങനെയല്ലേ, ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ സാധനത്തിനെയും വലിക്കുന്നു. അങ്ങനെയൊന്നല്ല സംഭവം കേട്ടോ, അങ്ങനെയൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ ഭൂഗുരുത്വാകർഷണ ബലം ഇല്ലേ? ചന്ദ്രൻ്റെ ഭൂമിക്ക് ഇടയ്ക്കുള്ള സ്പേസിനകത്തില്ലേ? കുറച്ചെങ്കിലും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് വരും വഴിക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും നോക്കുക, കറണ്ടിന് ഇപ്പോൾ ഞാനൊരു കോപ്പറിൻ്റെ വയർ വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കോപ്പറിൻ്റെ വയർ വരയ്ക്കുകയാണ്. ദിസ് ഇസ് എ കോപ്പർ വയർ, കോപ്പറിൻ്റെ ഒരു വയർ. ഈ വയറിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാട് ഉണ്ടാവും. നിങ്ങൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രീ ഇലക്ട്രോണാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിന് സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടക്ടറിലൂടെ, ഈ ഒരു കോപ്പറിലൂടെ പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് ഒരു ആറ്റത്തിൻ്റെ, നമ്മളിങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് ബൈക്ക് ഓടിച്ച് പോകുന്ന പോലെയല്ല ഈ ഇലക്ട്രോൺ പോവുക. അത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഇലക്ട്രോൺ പോയിട്ട് ഇവിടെയുള്ള ഇലക്ട്രോണിനെ തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ ഇവിടെയുള്ളവൻ എന്ത് ചെയ്യും? അപ്പുറത്തെ ആളെ പോയിട്ട് തെറിപ്പിക്കും. ഇവിടെയുള്ളവൻ അപ്പുറത്തെ ആളെ പോയിട്ട് തെറിപ്പിക്കും. ഇതിങ്ങനെ ഒരുത്തൻ്റെ സീറ്റ് വേറെ ഒരുത്തൻ കൈയടക്കി, അപ്പോൾ അവന് സീറ്റ് ഇല്ലാതാവും, അവൻ പോയിട്ട് അടുത്ത ആൾ തെറിപ്പിക്കും. അങ്ങനെയാണ് ഈ കറണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയാം. കറണ്ടിന് ഒരു ലോഹത്തിലൂടെ പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ഞാൻ രണ്ട് മെറ്റീരിയൽസ് വരയ്ക്കാം കേട്ടോ. ഒരെണ്ണം റെഡ് കളറിൽ വരയ്ക്കുകയാണ്, ഒരെണ്ണം നമുക്ക് ഗ്രീൻ കളറിൽ വരയ്ക്കാം. കണ്ടോ? ഇതിൽ രണ്ട് മെറ്റൽസ് ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ്. ആയതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ റെസിസ്റ്റൻസ് R1ഉം മറ്റേതിൻ്റെ റെസിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് റെസിസ്റ്റൻസ് കൂടും. അതിന് പഴയ ഒരു സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ R2ൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണെന്നാണ് ഞാൻ പറയുന്നത്, R1ൻ്റെ റെസിസ്റ്റൻസ് ലോ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിടുത്തം കിട്ടി. അപ്പോൾ ഇതാണ് സിംപ്ലി എന്ത്, റെസിസ്റ്റൻസ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സമയം ഉള്ളതുപോലെ വായിച്ചു നോക്കുക. എല്ലാ മെറ്റൽസിനും റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാ മെറ്റൽസിനും, എല്ലാ അലോയ്സിനും, രണ്ട് മെറ്റൽസ് കൂട്ടിച്ചേർത്ത് ഉരുക്കി ഉണ്ടാക്കുന്ന എന്താ പറയുക, മെറ്റീരിയലിനെയാണ് നമ്മൾ എന്താ പറയുക, അലോയ് എന്ന് പറയാം. അപ്പം എല്ലാ അലോയ്സിനും, എല്ലാ മെറ്റൽസിനും, സെമി കണ്ടക്ടേഴ്സിനൊക്കെ എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഇല്ലാത്ത പിന്നെ ഒരു സംഭവമുണ്ട്, അതെന്താണെന്ന് പറയാൻ പറ്റുമോ? റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു കണ്ടക്ടർ ഉണ്ട്. അതിൻ്റെ പേര് അറിയാവുന്ന ഒരാൾ പറയൂ. ദിയ NS. വാട്ട് യു തിങ്ക് ദിയ? ആകാശ് പറ. ആകാശ്. വാട്ടർ. നോ, വാട്ടർ ഒരു മെറ്റൽ അല്ലല്ലോ. വാട്ടർ ഒരു മെറ്റൽ അല്ലല്ലോ. റാഷിദ്, യു ആർ കറക്റ്റ്. സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ.